നമസ്കാരം ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലായിട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ഈ വീഡിയോക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദയവായി നിങ്ങളത് കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു സ്പോർട്സ് ക്യാമറയാണ്. ഈ ക്യാമറയുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും 800 രൂപ മാത്രമാണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ആമസോൺ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ അങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ഈ ആമസോണിൻ്റെ പാക്കിങ് ലേശം മോശമായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ക്യാമറയുടെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ക്യാമറ നമുക്ക് 1080p റെസൊല്യൂഷൻ തരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ക്യാമറയിലൂടെ ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫുൾ HD എന്നും കാണാം, അതുപോലെ സ്പോർട്സ് ക്യാമെന്നും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളറിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ബോക്സിൽ തന്നെ ഈ ക്യാമറയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വാട്ടർ പ്രൂഫാണ്. അതായത് നിങ്ങൾക്ക് ഈ ക്യാമറ വെള്ളത്തിലും യൂസ് ചെയ്യാം. വെള്ളത്തിൽ ഇട്ടുവെന്ന് വെച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ പോലെ കേട് വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ 150 ഡിഗ്രി വൈഡ് ആംഗിളിലാണ് ഈ ക്യാമറയുടെ ലെൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ ചാർജും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ 2 ഇഞ്ചിൻ്റെ ഒരു LCD സ്ക്രീന് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ക്യാമറമേ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് നമ്മുടെ ക്യാമറ പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് സാധനങ്ങൾ ഈ ക്യാമറയുടെ ഒപ്പം ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത കവറിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയും അതുപോലെ ആ ക്യാമറ വാട്ടർ പ്രൂഫ് കേസിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ക്യാമറയുടെ ഒപ്പം ഫ്രീ ആയി തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് നോക്കുക, വെറും 800 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു, ക്യാമറ നിർത്താൻ വേണ്ടി ഉള്ള സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സാധനം എന്ന് പറയുന്നത് ഒരു ക്ലിപ്പാണ്. അതായത് നമ്മളിപ്പോൾ ഈ വാട്ടർ പ്രൂഫ് കേസിൽ നിന്ന് നമ്മുടെ ക്യാമറ പുറത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറക്ക് നിലത്ത് വീണാൽ പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ വെക്കാൻ പറ്റുന്നൊരു ക്ലിപ്പാണിത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വാട്ടർ പ്രൂഫ് കേസിൽ നിന്ന് നമ്മുടെ ഈ ക്യാമറ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വള്ളത്തിലൊക്കെ ഈ ക്യാമറയായിട്ട് പോകുക വെച്ചാൽ നിങ്ങൾ തീർച്ചയായും വാട്ടർ പ്രൂഫ് കേസ് ഇതിൽ ഇട്ടിരിക്കണം. അപ്പോൾ ഈ വാട്ടർ പ്രൂഫ് കേസിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ക്യാമറ പുറത്തെടുക്കുക എന്ന് വെച്ചാൽ, ഇവിടെ ഒരു സാധനം ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് വലിക്കുക. ആ വലിക്കുന്ന അതേ സമയം തന്നെ ഇവിടുത്തെ ഈ സാധനം ഇങ്ങോട്ട് വലിക്കുക. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടർ പ്രൂഫ് കേസ് നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ക്യാമറ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ക്യാമറ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനൊപ്പം ഫ്രീ ആയി കിട്ടിയ ഈ ക്ലിപ്പ് നമുക്ക് നമ്മുടെ ക്യാമറമെന്ന് വെച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കൂടുതൽ സേഫായിരിക്കും. അപ്പോൾ ഇവിടെ മുൻവശത്തായിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടന് നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ 2 ബട്ടൺ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ക്യാമറയിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ താഴത്തായിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി ഒക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് SD കാർഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ഫോണ് ചാർജ് ചെയ്യുന്ന ചാർജർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്വിച്ച് കൂടി ഉണ്ട്. ഈ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെയാണ് ഈ സ്വിച്ച്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വീഡിയോ മോഡായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഇതിൻ്റെ മുൻവശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ മോഡാക്കാം. അതായത് ഈ ഇമേജുകളൊക്കെ എടുക്കേണ്ട രീതിയിലാക്കാം നിങ്ങളുടെ ക്യാമറ. അതുപോലെ ഒരു പ്രാവശ്യം കൂടി അവിടെ നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത വീഡിയോസും അതുപോലെ തന്നെ ഇമേജസൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഒരു പ്രാവശ്യം കൂടിയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സിലേക്ക് പോരുന്നതാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഓക്കെ എന്നുള്ള ബട്ടൺ മുകളിലാണ് ഉള്ളത്. അതുപോലെ ചേഞ്ച് ചെയ്യാനുള്ളത് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റെസൊല്യൂഷനൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫുൾ HD നിങ്ങൾക്ക് വേണമെങ്കിൽ
ഇത് SD ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ ഇവിടെ ഡേറ്റ് ടാഗ് ഓൾറെഡി ഓൺ ആയിരിക്കും, നിങ്ങളത് ഓഫ് ചെയ്യുക. ഡേറ്റ് ടാഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിന് താഴത്തായിട്ട് നിങ്ങൾ ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് മിനിറ്റ് ഏത് മണിക്കൂറിലാണ് റെക്കോർഡ് ചെയ്തത് അതൊക്കെ ഈ വീഡിയോയുടെ താഴത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ഫോർമാറ്റ് എന്നുള്ള ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത വീഡിയോസും അതുപോലെ തന്നെ എടുത്ത ഇമേജസും ഒക്കെ അങ്ങ് ഫോർമാറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പാടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് റെസൊല്യൂഷൻ എന്ന് കാണും, അത് നിങ്ങളുടെ മെഗാപിക്സാണ്. അതായത് ഇതിൽ നമുക്ക് 16 മെഗാപിക്സലുള്ള ഫോട്ടോകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് എത്ര മെഗാപിക്സലിലാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മെമ്മറി എടുത്തിട്ടുണ്ട്, നമുക്കിതിൽ ഏതായാലും ഒരു മെമ്മറി ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും മെമ്മറി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെമ്മറി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ മുകളിൽ കാണുന്ന ഈ ഓക്കെ ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജസ്, അതായത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ മോഡ് മാറ്റി ഇമേജ് മോഡാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുകളിലല്ല ഈ ക്യാമറയുടെ മുന്നിലായി കാണുന്ന സ്വിച്ചുമേൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ മോഡ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ മുന്നിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിലൂടെ എടുത്ത ഇമേജസും വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ക്യാമറ തന്നെയാണ് ഇത്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ സ്പെഷ്യൽ ഓഫർ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വില കുറച്ച് കിട്ടുന്നത്. നിങ്ങളിത് മാർക്കറ്റിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ റേറ്റ് തന്നെയായിരിക്കും, 3000 രൂപ തന്നെയായിരിക്കും അവരും ചോദിക്കുന്നത്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഈ ക്യാമറയിൽ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം.